അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സോപ്പ് പെട്ടി കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു ഫ്രണ്ട്സ്. അപ്പം മുകളിലത്തെ ഭാഗമൊക്കെ നമുക്ക് വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ ഈ 4 ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, ഈ പെണ്ണിങ്ങോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്, പക്ഷെ ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ തന്നെ എടുത്തു, അത്രയേ ഉള്ളൂ പറയാനും. അപ്പോൾ ഗൈസ്, ഇതിൽ റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ ഇത്ര കളറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഗൈസ്, അടയാളം ഇട്ട് കൊടുക്കുക. ആദ്യമാണ് ഇങ്ങനെ വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയല്ല എന്ന്. അപ്പോൾ ഗൈസ്, ആദ്യം ഞാൻ ഇങ്ങനെ കേട്ടോ മുറിച്ചത്, പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെയല്ല മുറിച്ചതെന്ന്. ഇന്നത്തെ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ ഒരിതില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കി വന്നപ്പോഴാണ് ഒരിതുണ്ടായത്. അപ്പോൾ എനിക്കും ഒരു പണിയുമില്ലായിരുന്നു, ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെയൊക്കെന്ന് പണിയൊന്നും വാങ്ങണ്ട എന്ന് കരുതി ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഗൈസ്, 2 ഭാഗം ഇതുമാതിരി മുറിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അന്ന് നയിക്കാൻ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ മുറിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ പെട്ടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്, സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അത് 6 സെൻറ്റിമീറ്ററാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പം ആദ്യം നമുക്ക് സൈഡത്തെ ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചിട്ടല്ലേ നമുക്ക് ഇവിടുത്തെ ഒട്ടിച്ചാൽ പറ്റുള്ളൂ, അപ്പോഴല്ലേ ഒരു വൃത്തി കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളിതേ പശയൊക്കെ തേച്ച് കൂട്ടപ്പനാക്കി എടുക്കാം നമ്മളുടെ സോപ്പ് പെട്ടീനെ. അപ്പോൾ ഗൈസ്, നല്ല രീതിയിൽ നമുക്ക് പശ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പശ തേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ഭാഗത്തും പശ തേച്ചാണ്ട് പേപ്പർ ഒട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ ഈ പീസ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. ഞാൻ എപ്പോൾ ഒട്ടിച്ചാണെങ്കിലും കുറച്ച് ബാക്കിലോട്ടാണ് ഞാൻ ഇപ്പോൾ എങ്ങനെ ഒട്ടിച്ചാലും കുറച്ച് ബാക്ക് ഞാൻ ഒട്ടിച്ചാൽ ആകുള്ളൂ, അങ്ങനെ വിചാരിച്ച് ഒട്ടിച്ചാൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും ഗമ്മ് തേച്ചിട്ട് ഒട്ടിക്കാം. ബ്രഷൊന്നും കാണാനില്ലായിരുന്നു ഫ്രണ്ട്സ്, ഇവിടുന്ന് തപ്പി പിടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നല്ല രീതിയിൽ തേച്ചെടുക്കാം. ഇപ്പോൾ സോപ്പ് പെട്ടിൻ്റെ കോലൊന്നും നിങ്ങൾ നോക്കില്ല കേട്ടോ, എനിക്ക് ഏതോ ഒരു മൂലക്കൊന്ന് കിട്ടിയതാണേ. അപ്പോൾ ഇതേ പേപ്പർ ഒട്ടിച്ച് 2 സൈഡിൽ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോൾ പേപ്പർ ഒട്ടിച്ചാണ് ബാക്കൊക്കെ പോവാന്ന്. അപ്പോൾ ഇതാ ഞാൻ മുൻ സൈഡിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ബാക്ക് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എനിക്ക് നമ്മൾ ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് വേണം മുറിച്ചെടുക്കാൻ. എൻ്റെ അവിടെ കുറച്ച് തുമ്പത്ത് പശ ആയില്ലായിരുന്നു, അപ്പം കുറച്ച് ഞാൻ പിന്നീട് പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടിട്ട് കണ്ടോ അങ്ങനെ പോരുന്നത്. അപ്പോൾ ഇതേ നമ്മളോട് മുറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ദേഷ്യം പിടിക്കാതെ ഇരുന്നാൽ മതി. എത്ര മുറിച്ചാൽ നോക്കിയിട്ടും ആ ഭാഗം മുറിഞ്ഞ് കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം ഫൈനൽ ലുക്ക്. ഇതല്ല, ഇപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മോഡലിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മോഡലിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ. അവിടെ ഒരു തുഞ്ചത്ത് കൂർത്ത ഭാഗങ്ങളെല്ലാം റൗണ്ട് ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് മുറിച്ചെടുക്കാം ഇതുമാതിരി. അപ്പം ഇതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ രൂപമാണ്. പിന്നെ നമുക്ക്
ആ പെട്ടിക്കൊന്ന് ക്യൂട്ട്നെസ് വേണ്ടേ? അപ്പം നമുക്ക് 2 ചെവി വരച്ചെടുക്കാം. ഇപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് മുറിച്ചെടുക്കുകയാണ്. സിസർ ഉപയോഗിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മുയലാണ് കേട്ടോ ഫ്രണ്ട്സ് ഉദ്ദേശിച്ചത്. മുയലിൻ്റെ ചെവിയാണ്. നമുക്കൊരു പിങ്ക് കളറ് നമുക്ക് അതിലോട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ 2 ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കുകയാണ്. 2 ചെവി ഉണ്ടല്ലോ, അപ്പോൾ 2 ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ് ഇത് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കണ്ണുമൂക്കും കൂടി വരച്ചാൽ ഒന്നുകൂടി സെറ്റായിക്കോളും. അത് വരക്കും നിങ്ങൾക്കൊക്കെ ഉറപ്പ് തന്നെയായിരിക്കും. ചെവി ഒട്ടിച്ചാൽ പിന്നെ കണ്ണുമൂക്ക് ഒട്ടിച്ചാൽ നിർബന്ധമാണല്ലോ നമുക്കൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ആ പെന്നെടുത്ത് വീണ്ടും വരയ്ക്കാൻ നോക്കിയതാണ്. പക്ഷേ കളറാവുന്നില്ല. പിന്നെ ഞാൻ കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലഷ് ഇട്ടെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. പിങ്ക് ബ്ലഷാണ് കേട്ടോ. കുറച്ച് ഡാർക്ക് പിങ്ക് ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഫോണിൻ്റെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫോൺ സ്റ്റാൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് വേറെ ഉപായമാണ് തോന്നിയത്. അപ്പോൾ ഗൈസ് പെൻസിലൊക്കെ ഇട്ടൊക്കെയാണ് പിന്നെ എനിക്ക് തോന്നിയത് ഇതാണ് ബെറ്റർ എന്നുള്ളവർ